അന്ന് രാത്രി ഏകദേശം 10:30 മണിയോടെയാണ് ഞാൻ ലോറിയുമായി കോഴിക്കോട്ട് നിന്ന് ഇറങ്ങിയത്. പാലക്കാട് ഒരു ലോഡ് എത്തിക്കാനുണ്ടായിരുന്നു. ലോഡ് കയറ്റി പേപ്പറൊക്കെ ശരിയാക്കി വണ്ടിയിൽ കയറി. സമയം നോക്കിയപ്പോൾ 10:30 കഴിഞ്ഞിരുന്നു. വീട്ടിലേക്കൊന്ന് വിളിച്ച് ഞാൻ ഇറങ്ങുന്ന കാര്യം പറഞ്ഞു. എത്താൻ എത്ര സമയമെടുക്കും? ഭാര്യ ചോദിച്ചു. രാവിലെ എത്തും, നീ കിടന്നോ? വണ്ടി പതുക്കെ ഓടിക്കണം. അറിയാം. ഫോൺ വെച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നഗരത്തിലെ ലൈറ്റുകളും കടകളും പിന്നിലാക്കി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. റേഡിയോയിൽ പഴയൊരു പാട്ട് വെച്ചിരുന്നു. ഇടയ്ക്കിടെ ഫോൺ നോക്കും, പിന്നെ റോഡിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കും. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ചായക്കട കണ്ടു. വണ്ടി ഒതുക്കി നിർത്തി ചായ കുടിക്കാമെന്ന് കരുതി. അവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പഴയ കൂട്ടുകാരൻ സലീമിൻ്റെ ഫോൺ വന്നത്. എവിടെ എത്തി? ഇപ്പോഴാണ് ഇറങ്ങിയത്. പാലക്കാടേക്ക് പോവുകയാണ്. രാത്രി ട്രിപ്പാണല്ലേ? അതെ. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു. സംസാരത്തിനിടയിൽ പെട്ടെന്ന് സലീം ചോദിച്ചു, നീ ഷാജിയെ ഓർക്കുന്നുണ്ടോ? ഷാജി എന്ന പേര് കേട്ടപ്പോൾ ഞാനൊന്ന് നിശബ്ദമായി. പിന്നെ ഓർക്കാതിരിക്കുമോ? അവനെക്കുറിച്ച് കുറേ നാളായി ഒരു വിവരവുമില്ലല്ലോ. അതെ, 3 വർഷമായി കണ്ടിട്ട്. അവനിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല. ശരി, നീ ട്രിപ്പ് കഴിഞ്ഞിട്ട് വിളിക്ക്. സലീം ഫോൺ വെച്ചു. ഞാൻ ചായ തീർത്ത് വീണ്ടും വണ്ടിയിൽ കയറി. ഷാജിയെക്കുറിച്ച് അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാൻ തുടങ്ങി. ഞാനും ഷാജിയും ഒരുമിച്ച് ലോറി ഓടിച്ചിരുന്ന കാലം, രാത്രി ട്രിപ്പുകളും വഴിയരികിലെ ചായക്കടകളും വണ്ടിക്കുള്ളിലെ സംസാരങ്ങൾ. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. രാത്രി ഏകദേശം 12:30 ആയപ്പോൾ റോഡ് തീരെ വിജനമായി. മഴ ചെറുതായി പെയ്യാൻ തുടങ്ങിയിരുന്നു. വൈപ്പർ ഇട്ടുകൊണ്ട് ഞാൻ പതുക്കെ വണ്ടി ഓടിച്ചു. അപ്പോഴാണ് കുറച്ചു മുന്നിൽ റോഡിൻ്റെ വശത്ത് ഒരാൾ കൈ കാണിക്കുന്നത് കണ്ടത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ആൾ വീണ്ടും കൈ കാണിച്ചു. ഞാൻ വേഗം കുറച്ചു. വണ്ടി അടുത്തെത്തിയപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ മുഖം വ്യക്തമായി കണ്ടു. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ആ മുഖം കണ്ടപ്പോൾ എൻ്റെ വായിൽ നിന്ന് അറിയാതെ ഒരു പേര് പുറത്തു വന്നു. ഷാജിയേട്ടൻ. ജനൽ താഴ്ത്തി ഞാൻ പുറത്തേക്ക് നോക്കി. ഷാജിയേട്ടാ. അയാൾ എന്നെ നോക്കി ചിരിച്ചു. റഫീഖേ. ആ ശബ്ദം കേട്ടതും എനിക്ക് പഴയ കാലത്തേക്ക് പോയതുപോലെ തോന്നി. നീ എന്താ ഇവിടെ? ഇങ്ങോട്ട് വരികയായിരുന്നു. എവിടേക്കാ? അയാൾ റോഡിന് മുന്നിലേക്ക് നോക്കി പറഞ്ഞു. കുറച്ച് ദൂരം പോകണം. കയറിക്കോ, ഞാൻ പാലക്കാട് പോവുകയാണ്. എന്നാൽ കയറാം. അയാൾ വാതിൽ തുറന്ന് എൻ്റെ അരികിലെ സീറ്റിൽ കയറിയിരുന്നു. വാതിലടച്ച ശേഷം ഞാൻ വീണ്ടും വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഞാൻ തന്നെയാണ് ചോദിച്ചത്, ഷാജിയേട്ടനെ കണ്ടിട്ട് എത്ര വർഷമായി? നീ എന്നെ കണ്ടിട്ട് 3 വർഷമെങ്കിലും ആയില്ലേ? അതെ, 3 വർഷം. ഇത്രയും കാലം എവിടെയായിരുന്നു? അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും. ഇപ്പോൾ എന്താ ജോലി? ജോലിയൊന്നുമില്ല. ഞാൻ ചിരിച്ചു. നീ ലോറി ഓടിക്കുന്നത് നിർത്തിയെന്നൊക്കെ കേട്ടു. നിർത്തിയടാ. എന്തു പറ്റി? അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. മനസ്സ് മടുത്തു. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. ഷാജിയേട്ടൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. എന്തെങ്കിലും പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ റേഡിയോയുടെ ശബ്ദം കുറച്ചു. വീട്ടിലെല്ലാവരും സുഖമാണോ? സുഖം. മക്കളൊക്കെ സ്കൂളിലാണ്. നിന്റെ ഭാര്യയോ? സുഖം. അവൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ചിരിച്ചു. പിന്നെ ഓർക്കാതിരിക്കുമോ? നീ ഒരിക്കൽ വീട്ടിൽ വന്ന് 2 ദിവസം താമസിച്ച കാര്യം അവൾ ഇപ്പോഴും പറയാറുണ്ട്. അയാൾ പതുക്കെ ചിരിച്ചു. അത് നല്ല കാലമായിരുന്നു. അതെ. ഞാൻ സ്റ്റിയറിങ്ങിലേക്ക് നോക്കി. നമ്മൾ എത്ര ട്രിപ്പ് പോയിട്ടുണ്ടല്ലേ? ഒരുപാട്. ആ പഴയ ലോറി ഓർമ്മയുണ്ടോ നിനക്ക്? KL07. ഞാൻ നമ്പർ പറയാൻ തുടങ്ങുമ്പോൾ അയാൾ പെട്ടെന്ന് എൻ്റെ വാക്ക് നിർത്തിച്ചു. അത് ഓർക്കണ്ട. ഞാൻ അയാളെ നോക്കി. എന്താ? ഒന്നുമില്ല. അയാൾ വീണ്ടും പുറത്തേക്ക് നോക്കി. എനിക്ക് ചെറിയൊരു ചിരി വന്നു. നീ ഇപ്പോഴും പഴയ പോലെ തന്നെയാ. അയാളൊന്നും പറഞ്ഞില്ല. മഴ കുറച്ചുകൂടി ശക്തമായി. വിൻഷീൽഡിൽ വെള്ളം നിറഞ്ഞു. ഞാൻ വൈപ്പർ വേഗത്തിലാക്കി. അപ്പോഴാണ് ഷാജിയേട്ടൻ്റെ മുന്നിൽ റോഡിലേക്ക് നോക്കി പറഞ്ഞത്, ഇനി വരുന്ന വഴിയിൽ ഒരു ചെറിയ പാലമുണ്ട്. അതെ.
അവിടെ വണ്ടി ഒന്ന് പതുക്കെ എടുക്കണം. ഞാൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. ഇവിടെയൊക്കെ നിനക്കിപ്പോഴും ഓർമ്മയുണ്ടോ? ഉണ്ട്. നീ ഇതുവഴി വന്നിട്ട് എത്ര വർഷമായി? അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനത് കാര്യമാക്കിയില്ല. പാലമെത്തിയപ്പോൾ ശരിക്കും റോഡ് കുറച്ച് മോശമായിരുന്നു. ഞാൻ വേഗം കുറച്ചു. വണ്ടി പാലം കടക്കുമ്പോൾ ഷാജേട്ടനൊന്നും മിണ്ടാതെ താഴേക്ക് നോക്കി. പാലം കഴിഞ്ഞതോടെ ഞാൻ ചോദിച്ചു, ഇനി എവിടെയാണ് ഇറങ്ങേണ്ടത്? കുറച്ചുകൂടി മുന്നോട്ട്. ശരി. ഞാൻ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഷാജേട്ടൻ കയറിയിട്ട് ഇത്ര നേരമായിട്ടും അയാളൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ചായ വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്നും പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചു, രാത്രി ഭക്ഷണം കഴിച്ചോ? അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല. എന്നാൽ മുന്നിലൊരു ഹോട്ടൽ കാണാം, അവിടെ നിർത്താം. വേണ്ട. എന്തു പറ്റി? എനിക്ക് വിശപ്പില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഏകദേശം 12:30 കഴിഞ്ഞിരുന്നു. റോഡിലിപ്പോൾ വാഹനങ്ങൾ വളരെ കുറവ്. മഴയും പതുക്കെ നിന്നു. വണ്ടിയുടെ എൻജിൻ ശബ്ദവും ടയറിൻ്റെ ശബ്ദവും മാത്രം. അപ്പോഴാണ് ഷാജേട്ടൻ പെട്ടെന്ന് ചോദിച്ചത്, റഫീഖേ, എന്തേ? നീ ഇപ്പോഴും രാത്രി ഒറ്റയ്ക്ക് ഓടിക്കാറുണ്ടോ? അതെ. ഭയം തോന്നാറില്ലേ? ഞാൻ ചിരിച്ചു. എന്തിനാ ഭയക്കുന്നത്? അയാൾ കുറച്ചു നേരം എന്നെ നോക്കി. ഒറ്റയ്ക്ക് പോകുന്ന റോഡിൽ നമ്മൾ കരുതാത്ത പല കാര്യങ്ങളും കാണും. ഞാൻ തമാശയായി പറഞ്ഞു, എന്നെ പേടിപ്പിക്കാനാണോ? അയാൾ ചിരിച്ചില്ല. അല്ല. അത്രയും പറഞ്ഞ് അയാൾ വീണ്ടും പുറത്തേക്ക് നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വലിയ വളവിനടുത്തെത്തി. വളവിന് മുമ്പ് റോഡിൻ്റെ വശത്തൊരു പഴയ ചെറിയ കല്ല് സ്മാരകം പോലെ എന്തോ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഷാജേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, വണ്ടി നിർത്തരുത്. എന്താ? അയാളുടെ ശബ്ദത്തിൽ ആദ്യമായൊരു വ്യത്യാസം എനിക്ക് തോന്നി. ഞാൻ അയാളെ നോക്കി. എന്താ കാര്യം? അയാൾ മറുപടി പറഞ്ഞില്ല. ഞാൻ വേഗം കുറച്ച് ആ സ്ഥലം കടന്നു. കുറച്ച് മുന്നോട്ട് പോയ ശേഷം ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ അവിടെ? ഷാജിയേട്ടൻ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, അവിടെ ഒരിക്കൽ ഒരു ലോറി മറിഞ്ഞിരുന്നു. എപ്പോൾ? അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. കുറേ നാളായി. ഞാൻ വീണ്ടും ചോദിച്ചു, ആരുടെയായിരുന്നു ആ ലോറി? ഇത്തവണ അയാൾ എന്നെ നോക്കി. കുറച്ച് നിമിഷം ഒന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു, എൻ്റേത്. സ്റ്റിയറിങ്ങിൽ പിടിച്ചിരുന്ന എൻ്റെ കൈയൊന്ന് മുറുകി. നിൻ്റേതോ? അയാളൊന്നും പറഞ്ഞില്ല. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. എന്താ ഷാജിയേട്ടാ നീ പറയുന്നത്? പക്ഷേ അയാൾ മറുപടി പറഞ്ഞില്ല. വണ്ടിയുടെ ഉള്ളിൽ പെട്ടെന്നൊരു സ്വാഭാവികമായ നിശബ്ദത നിറഞ്ഞു. ഞാൻ റോഡിലേക്ക് തന്നെ നോക്കി വണ്ടി ഓടിച്ചു. അപ്പോഴാണ് ലോറിയുടെ പിന്നിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടത്. ഞാൻ ഞെട്ടി ബ്രേക്ക് പിടിച്ചു. ഷാജിയേട്ടൻ മാത്രം അനങ്ങാതെ മുന്നോട്ട് നോക്കിയിരിക്കുകയാണ്. എന്താ അത്? ഞാൻ ചോദിച്ചു. അയാൾ പതുക്കെ പറഞ്ഞു, ഒന്നുമില്ല. പിന്നിലെന്തോ വീണ ശബ്ദമല്ലേ? റഫീഖേ, എന്താ? വണ്ടി നിർത്തണ്ട. അയാളുടെ ആ വാക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി ചെറിയൊരു ഭയം തോന്നി. പക്ഷേ എന്തിനാണ് അയാൾ വണ്ടി നിർത്തരുതെന്ന് പറയുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. ഞാൻ വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. അടുത്ത കുറച്ച് കിലോമീറ്റർ ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം കിടന്നു. എൻ്റേത് എന്ന് ഷാജിയേട്ടൻ പറഞ്ഞ ആ ലോറി അപകടം എവിടെയാണ് നടന്നത്? വണ്ടി മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം തന്നെയായിരുന്നു. എൻ്റേത്. ഷാജിയേട്ടൻ പറഞ്ഞത് ശരിക്കും എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വീണ്ടും ചോദിക്കണോ എന്ന് ആലോചിച്ചു. പക്ഷേ അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചോദിക്കാൻ തോന്നിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ റേഡിയോ വീണ്ടും ഓണാക്കി. ഒരു പഴയ പാട്ട് വന്നുകൊണ്ടിരുന്നു. ഷാജിയേട്ടൻ പാട്ട് കേട്ടുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചോദിച്ചു, നിനക്ക് ആ പഴയ ചായക്കട ഓർമ്മയുണ്ടോ? ഏത്? നമ്മൾ രാത്രി ട്രിപ്പ് പോകുമ്പോൾ നിർത്തിയിരുന്ന ആ ചായക്കട. പാലത്തിനപ്പുറത്തുള്ളതോ? അതെ. അതിപ്പോഴും ഉണ്ടോ? ഉണ്ട്. ഞാൻ ചിരിച്ചു. അതടച്ചിട്ട് വർഷങ്ങളായില്ലേ? ഷാജിയേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. അടച്ചോ? അതെ. ഞാൻ കഴിഞ്ഞ വർഷം ഇതുവഴി വന്നപ്പോൾ അവിടെ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അയാളൊന്നും പറഞ്ഞില്ല.
എനിക്ക് ചെറിയൊരു സംശയം തോന്നി, പക്ഷേ അത്ര ഗൗരവമായി എടുത്തില്ല. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയ ചായക്കടയുടെ ബോർഡ് കണ്ടു. ഞാൻ വണ്ടി പതുക്കെ നിർത്തി. ഇവിടെ നിന്ന് ചായ കുടിക്കാം. ഷാജിയേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി കടയിലേക്ക് നടന്നു. കടയുടെ മുന്നിൽ ഒരു വയസ്സായ മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. 2 ചായ, ഞാൻ പറഞ്ഞു. അയാൾ ചായ എടുത്തു തന്നു. ഞാൻ 2 ഗ്ലാസ് എടുത്ത് വണ്ടിയിലേക്ക് നടന്നു. ഷാജിയേട്ടന് ഒരു ഗ്ലാസ് നീട്ടി. ഇതാ. അയാൾ ഗ്ലാസ് വാങ്ങിയില്ല. നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട. അപ്പോൾ നീ ചായ കുടിക്കാറില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വേണ്ട. ഞാൻ ഒരു ഗ്ലാസ് ഒറ്റക്ക് കുടിച്ചു. ചായ തീർത്തിട്ട് ഗ്ലാസ് താഴെ വെച്ചപ്പോൾ ഷാജിയേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് പോകാം. ഇത്ര പെട്ടെന്നോ? പോകണം. അയാളുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക തിടുക്കമുണ്ടായിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണാടിയിലൂടെ പിന്നിലേക്ക് നോക്കി. ലോറിയുടെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. ഞാൻ വീണ്ടും നോക്കി. ഒന്നും കാണുന്നില്ല. മഴത്തുള്ളികൾ കാരണം കണ്ണാടിയിൽ വ്യക്തമായി കാണുന്നില്ലെന്ന് കരുതി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ തോന്നി. ഞാൻ ഷാജിയേട്ടനോട് പറഞ്ഞു, പിന്നിൽ എന്തോ ആളുണ്ടെന്ന പോലെ തോന്നുന്നു. അയാൾ ചിരിച്ചു. നീ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്ക്. അല്ല, ശരിക്കും. റഫീഖെ. അയാൾ എൻ്റെ പേര് വിളിച്ച രീതി എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ മിണ്ടാതെയായി. രാത്രി ഏകദേശം 2:30 മണി കഴിഞ്ഞു. റോഡിപ്പോൾ തീർത്തും വിജനമായിരുന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് മുന്നിലുള്ള റോഡ് മാത്രം കാണാം. ഇടയ്ക്കിടെ മരങ്ങളുടെ നിഴൽ റോഡിലേക്ക് വീഴുന്നു. അപ്പോഴാണ് ഷാജിയേട്ടൻ പറഞ്ഞത്, ഇനി കുറച്ച് മുന്നിൽ എന്നെ ഇറക്കണം. എവിടെ? ഒരു പഴയ വളവുണ്ട്. അവിടെ എന്താ? എനിക്കവിടെ ഇറങ്ങണം. നിനക്ക് എവിടേക്കാ പോകേണ്ടത്? അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, വീട്ടിലേക്കാണോ? അയാൾ പതുക്കെ പറഞ്ഞു, അതെ. എങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കാം. വേണ്ട. എന്തുപറ്റി? എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ നിർത്തിക്കോ. ഞാൻ റോഡിൻ്റെ വശത്തേക്ക് വണ്ടി ഒതുക്കി. ഷാജിയേട്ടൻ വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അയാൾ എന്നെ നോക്കി. റഫീഖെ. എന്താ? നീ എന്നെ കണ്ട കാര്യം ആരോടും പറയണ്ട. ഞാൻ ചിരിച്ചു. അതെന്താ അങ്ങനെ? അയാൾ മറുപടി പറഞ്ഞില്ല. വാതിലടച്ചു. അയാൾ റോഡിൻ്റെ ഒരു വശത്തേക്ക് നടന്നുപോയി. ഞാൻ കുറച്ച് നിമിഷം അവിടെ തന്നെ നിന്നു. പിന്നെ വണ്ടി മുന്നോട്ടെടുത്തു. ഏകദേശം 100 മീറ്റർ പോയപ്പോൾ എനിക്കെന്തോ തോന്നി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പിന്നിലേക്ക് നോക്കി. ഷാജിയേട്ടനില്ല. ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് തിരികെ പോയി. അയാൾ ഇറങ്ങിയ സ്ഥലത്തെത്തി ചുറ്റും നോക്കി. ഒരാളുമില്ല. ഷാജിയേട്ടാ, ഞാൻ വിളിച്ചു. മറുപടിയില്ല. റോഡിൻ്റെ ഇരുവശവും കാട്. അയാൾ എങ്ങോട്ട് പോകാനും വഴിയില്ല. ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ടോർച്ച് എടുത്തു. റോഡിൻ്റെ വശത്തേക്ക് വെളിച്ചമടിച്ചു. ഒന്നുമില്ല. ഞാൻ വീണ്ടും വിളിച്ചു, ഷാജിയേട്ടാ. അപ്പോഴാണ് കുറച്ച് ദൂരത്തു നിന്ന് ഒരു ശബ്ദം കേട്ടത്. റഫീഖെ. ഞാൻ ഞെട്ടി. ശബ്ദം കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. ഞാൻ ടോർച്ച് അങ്ങോട്ട് തിരിച്ചു. ഷാജിയേട്ടാ, വീണ്ടും വിളിച്ചു. മറുപടിയില്ല. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും അതേ ശബ്ദം. റഫീഖെ. ഇത്തവണ ശബ്ദം വളരെ അടുത്തായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. ഞാനവിടെ നിൽക്കാതെ വേഗം ലോറിയിൽ കയറി വാതിലടച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. വീണ്ടും കീ തിരിച്ചു. എഞ്ചിൻ്റെ ശബ്ദം മാത്രം സ്റ്റാർട്ടാകുന്നില്ല. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ? ഞാൻ സ്വയം പറഞ്ഞു. മൂന്നാമതും ശ്രമിച്ചു. ഈ സമയം വണ്ടി സ്റ്റാർട്ടായി. ഞാൻ ഉടനെ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. പിന്നിലേക്ക് നോക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. കുറച്ച് ദൂരം പോയ ശേഷം മാത്രമാണ് ഞാൻ കണ്ണാടിയിൽ നോക്കിയത്. പിന്നിലെ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സീറ്റ് കാലിയായിരുന്നു. എൻ്റെ ഹൃദയം വല്ലാതെ ഇടിച്ചു. എനിക്ക് തോന്നിയതായിരിക്കും, ഞാൻ സ്വയം പറഞ്ഞു. പക്ഷെ അതിനു പിന്നാലെ എൻ്റെ ചെവിക്കരികിൽ വളരെ പതുക്കെയൊരു ശബ്ദം കേട്ടു. നീ എന്നെ അവിടെ ഇറക്കില്ലല്ലോ റഫീഖെ. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. വണ്ടി റോഡിൻ്റെ നടുവിൽ നിന്നു.
എൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ പതുക്കെ അരികിലെ സീറ്റിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ സീറ്റിൻ്റെ മുകളിൽ ഒരു ചെറിയ വെള്ളത്തുള്ളി വീണുകൊണ്ടിരുന്നു. അത് വെള്ളമല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സെക്കൻഡ് എടുത്തു. അത് മയിൽ നനഞ്ഞ ഒരു വെള്ളി മോതിരത്തിൻ്റെ അടയാളം പോലെ സീറ്റിൽ കറുത്തൊരു പാടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിലെ പേര് സലീം. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ ഞാൻ കുറച്ചു നേരം അതെടുക്കാതെ നോക്കി നിന്നു. രാത്രി 3 മണിയോട് അടുത്തിരുന്നു. ഈ സമയത്ത് സലീം സാധാരണയായി വിളിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ എന്നോർത്ത് ഞാൻ ഫോൺ എടുത്തു. ഹലോ. അവിടെ നിന്ന് കുറച്ചു നിമിഷം ശബ്ദമൊന്നും കേട്ടില്ല. റഫീഖേ. ആ, നീ എവിടെയാ? ഞാൻ പാലക്കാട് പോകുന്ന വഴിയിലാണ്. ഇപ്പോഴോ? അതെ. സലീം കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ചോദിച്ചു, നീ ഒറ്റക്കാണോ? ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കയറി. ഞാനുടനെ മറുപടി പറഞ്ഞില്ല. എന്താ സലീമേ, ഒറ്റക്കാണോ എന്നാ ചോദിച്ചത്? ഞാൻ പതുക്കെ പറഞ്ഞു, അല്ല. അവിടെ വീണ്ടും നിശബ്ദത. ആരാ കൂടെയുള്ളത്? ഞാൻ ഒന്നും പറയാതെ മുന്നിലേക്ക് നോക്കി. പിന്നെ പറഞ്ഞു, ഷാജി ഏട്ടൻ. ഫോണിൻ്റെ മറുവശത്ത് പെട്ടെന്നൊരു ശ്വാസം മുട്ടിയതുപോലൊരു ശബ്ദം കേട്ടു. ആര്? ഷാജി ഏട്ടൻ. സലീം ഒന്നും മിണ്ടിയില്ല. എന്താ? റഫീഖേ, നീ എവിടെയാണെന്ന് കൃത്യമായി പറ. എന്തിനാ? നീ പറയേ. ഞാൻ റോഡിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അവൻ വീണ്ടും ചോദിച്ചു, നീ ഇപ്പോൾ ശരിക്കും ഷാജിയോടൊപ്പമാണോ? അതെ. അവനെ എപ്പോഴാണ് കണ്ടത്? രാത്രി 12:30. എവിടെ വെച്ച്? ഞാൻ സ്ഥലവും പറഞ്ഞു. അവിടെ നിന്ന് സലീമിൻ്റെ ശബ്ദം പൂർണ്ണമായും മാറി. റഫീഖേ, നീ ഇപ്പോൾ വണ്ടി നിർത്താതെ നേരെ പോ. എന്തിനാ? ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ കാര്യം? അവൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, ഷാജി മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. എനിക്കാദ്യം അവൻ തമാശ പറയുകയാണെന്ന് തോന്നി. എന്ത്? അതെ. നീ എന്താ പറയുന്നത്? ഷാജി 1 മാസം മുമ്പ് ലോറി അപകടത്തിൽ മരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി പോകുമെന്നായി. നീ കള്ളം പറയല്ലേ. ഞാൻ കള്ളം പറയുന്നതല്ല. പക്ഷേ ഞാനിപ്പോൾ അവൻ്റെ കൂടെയായിരുന്നു. റഫീഖെ, നീ ശ്രദ്ധിച്ചു കേൾക്ക്. സലീമിൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. ഷാജിയുടെ മൃതദേഹം ഞാൻ തന്നെയാണ് കണ്ടത്. എനിക്ക് സംസാരിക്കാൻ പറ്റാതായി. ഞാൻ പതുക്കെ അരികിലെ സീറ്റിലേക്ക് നോക്കി. സീറ്റ് കാലിയായിരുന്നു. പക്ഷേ കുറച്ചു മുമ്പ് അവനിരുന്ന സ്ഥലത്ത് ഇപ്പോഴും ഒരു ചെറിയ നനവുണ്ടായിരുന്നു. അവൻ്റെ അപകടം എവിടെയായിരുന്നു? എങ്ങനെയൊക്കെയോ ഞാനത് ചോദിച്ചു. സലീം ഒരു സ്ഥലം പറഞ്ഞു. എൻ്റെ ഹൃദയം ഒന്ന് നിൽക്കുന്നത് പോലെ തോന്നി. അത് ഞാൻ കുറച്ചു മുമ്പ് ഷാജിയേട്ടനെ ഇറക്കിയ അതേ സ്ഥലമായിരുന്നു. സലീമേ, അവൻ എങ്ങനെയാണ് മരിച്ചത്? സലീം പതുക്കെ പറഞ്ഞു. രാത്രി ട്രിപ്പായിരുന്നു. ലോറി നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വശത്തെ ബാരിക്കേഡിലിടിച്ച് വണ്ടി മറിഞ്ഞു. ഞാനൊന്നും പറയാതെ കേട്ടിരുന്നു. അപകടം നടന്ന സ്ഥലം അറിയാമോ? നീ ഇപ്പോൾ പോകുന്ന അതേ റോഡിലാണത്. എൻ്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. ഞാനുടനെ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. സലീമേ, ഞാൻ വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. റഫീഖെ, നീ ഇപ്പോൾ ഒറ്റക്കാണെന്ന് ഉറപ്പാണോ? ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ അരികിലെ സീറ്റിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. റഫീഖെ. ഞാൻ മരവിച്ചു. ഫോൺ ഇപ്പോഴും ചെവിയിൽ. സലീം ചോദിച്ചു, എന്ത് പറ്റിയടാ? ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഒന്നുമില്ല. അവൻ വീണ്ടും ചോദിച്ചു, നീ എന്തെങ്കിലും കേട്ടോ? ഇല്ല. ഞാൻ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. വണ്ടി വേഗത്തിൽ ഓടിച്ചു. എൻ്റെ കണ്ണുകൾ റോഡിലായിരുന്നു. പക്ഷേ മനസ്സ് മുഴുവൻ പിന്നിലാ സീറ്റിലും. അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഞാൻ നോക്കിയില്ല. നോക്കാൻ പേടിയായി. കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ അകത്ത് ഒരു പ്രത്യേക ഗന്ധം നിറഞ്ഞു. പഴയ ഡീസലിൻ്റെയും നനഞ്ഞ മണ്ണിൻ്റെയും ഗന്ധം. അതോടൊപ്പം എനിക്ക് വളരെ പരിചിതമായ മറ്റൊരു ഗന്ധവും. ഷാജിയേട്ടൻ ഉപയോഗിച്ചിരുന്ന പഴയ ഒരു പെർഫ്യൂമിൻ്റെ ഗന്ധം. 3 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഗന്ധം തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ഞാൻ പതുക്കെ പറഞ്ഞു, ഷാജിയേട്ടാ, നീ തന്നെയാണെങ്കിൽ
എൻ്റെ ശബ്ദം വിറച്ചു. എന്തിനാ എൻ്റെ കൂടെ വന്നത്? കുറച്ച് സെക്കൻഡ് നിശബ്ദത. പിന്നെ പിന്നിലെ സീറ്റിൽ നിന്നൊരു ശബ്ദം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ഇത്തവണ അവിടെ ഷാജിയേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ള ഷർട്ട്, നനഞ്ഞ മുടി, മുഖത്ത് പഴയ അതേ ചിരി. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ ഇടതുവശത്ത് ചെറിയൊരു രക്തത്തിൻ്റെ പാട്. ഞാൻ ഭയന്ന് റോഡിൽ നിന്ന് കണ്ണെടുക്കാതെ ചോദിച്ചു, എന്ത് കാര്യം? അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, എൻ്റെ അവസാന ട്രിപ്പ് എനിക്ക് പൂർത്തിയാക്കണം. എന്ത്? ഞാൻ പോകേണ്ട സ്ഥലത്ത് എനിക്കെത്തണം. എവിടെ? അയാൾ മുന്നോട്ട് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, അവിടെ. അവൻ കൈ ഉയർത്തി മുന്നിലേക്ക് കാണിച്ചു. ഞാൻ നോക്കിയപ്പോൾ അത് നമ്മൾ കുറച്ചു മുമ്പ് കടന്നു പോയ അതേ വളവായിരുന്നു. അപകടം നടന്ന സ്ഥലം. ഞാൻ വണ്ടി നിർത്താൻ നോക്കി. പക്ഷേ ബ്രേക്ക് പെഡൽ എത്ര അമർത്തിയിട്ടും വണ്ടി വേഗം കുറയുന്നില്ല. ഷാജിയേട്ടാ, എൻ്റെ ശബ്ദം വിറച്ചു. ബ്രേക്ക് കിട്ടുന്നില്ല. പിന്നിലെ സീറ്റിൽ നിന്ന് അവൻ്റെ ശബ്ദം വന്നു. അന്ന് എനിക്കും കിട്ടിയില്ല റഫീഖെ. ആ വാക്ക് കേട്ടതോടെ എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചു. മുന്നിൽ വളവ്, വളവിനപ്പുറം തകർന്ന ബാരിക്കേഡും. ഞാൻ ബ്രേക്ക് വീണ്ടും അമർത്തി. ഈ സമയം വണ്ടി ചെറിയൊരു ചാട്ടം പോലെ മുന്നോട്ട് പോയി. സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ വിറക്കുകയായിരുന്നു. ഞാൻ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വണ്ടി ഇടത്തേക്ക് തിരിച്ചു. ലോറി റോഡിൻ്റെ അരികിലേക്ക് തെന്നിപ്പോയി. ടയറുകൾ ഉരസുന്ന ശബ്ദം. എൻ്റെ മുന്നിൽ ബാരിക്കേഡ്, അതിനപ്പുറം വലിയൊരു കുഴി. ഞാൻ കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം വലിയൊരു ഇടിയുടെ ശബ്ദം. ലോറി മുഴുവൻ കുലുങ്ങി. ഞാൻ സീറ്റിൽ നിന്ന് മുന്നിലേക്ക് തെറിച്ചു. പക്ഷേ വണ്ടി നിന്നിരുന്നു. ഞാൻ പതുക്കെ കണ്ണു തുറന്നു. മുന്നിലെ ബാരിക്കേഡിൽ നിന്ന് ലോറി വേറും ഏതാനും ഇഞ്ച് മാത്രം അകലെയായിരുന്നു. എൻ്റെ ശ്വാസം വേഗത്തിലായി. ഞാൻ ആദ്യം അരികിലെ സീറ്റിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നിലെ സീറ്റിലേക്ക് നോക്കി. അതും കാലി. പക്ഷേ ക്യാബിനിൽ ഒരു ശബ്ദം മാത്രം കേട്ടു. വളരെ പതുക്കെ, നന്ദി റഫീഖെ. ഞാൻ വാതിൽ തുറന്ന് താഴെ ഇറങ്ങി. റോഡിൻ്റെ വശത്ത് നിന്നുകൊണ്ട് കുറച്ചു നേരം ഒന്നും ചെയ്യാനാകാതെ നിന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടത്. ബാരിക്കേഡിന് താഴെ പുതിയ മണ്ണിൽ പകുതി പറഞ്ഞു കിടക്കുന്ന ഒരു പഴയ വെള്ളിമോതിരം. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. കാരണം അതാരുടേതാണെന്ന് എനിക്കപ്പോഴേക്കും മനസ്സിലായിരുന്നു. അവിടെ തന്നെ നിന്നുകൊണ്ട് കുറച്ചു നേരം അതിലേക്ക് നോക്കി. മഴ വീണ്ടും ചെറുതായി പെയ്യാൻ തുടങ്ങി. റോഡിൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. ലോറിയുടെ എൻജിൻ ഇപ്പോഴും ഓണായിരുന്നു. പക്ഷേ എനിക്ക് വണ്ടിയിൽ കയറാൻ പോലും പേടി തോന്നി. അപ്പോഴാണ് ദൂരെ നിന്നൊരു ലോറിയുടെ ഹെഡ്ലൈറ്റ് കണ്ടത്. ഞാൻ കൈ കാണിച്ചു. ലോറി അടുത്തെത്തിയപ്പോൾ ഹോൺ മുഴക്കി എൻ്റെ അരികിലൂടെ കടന്നുപോയി. ഡ്രൈവർ എന്നെ കണ്ടെങ്കിലും നിർത്തിയില്ല. ഞാൻ വീണ്ടും റോഡിലേക്ക് നോക്കി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഷാജിയേട്ടൻ പറഞ്ഞത് എൻ്റെ അവസാന ട്രിപ്പ് പൂർത്തിയാക്കണം. അവൻ എന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് അതിനായിരുന്നു. അവൻ എന്തിനാണ് എന്നെ അവിടെ എത്തിച്ചത്? അവൻ്റെ അപകടം നടന്നത് ശരിക്കും ഈ സ്ഥലത്താണെങ്കിൽ അവൻ എന്താണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ഞാൻ ഫോണെടുത്ത് സലീമിനെ വിളിച്ചു. 2 തവണ റിങ് ചെയ്തിട്ടും എടുത്തില്ല. 3-ാമത്തെ തവണ എടുത്തു. ഹലോ സലീമേ, എൻ്റെ ശബ്ദം കേട്ടെന്ന് അവൻ ചോദിച്ചു. എന്തു പറ്റി? ഞാൻ ആ സ്ഥലത്താണ്. ഏത് സ്ഥലം? ഷാജിയുടെ അപകടം നടന്ന സ്ഥലം. കുറച്ച് നിമിഷം അവൻ മിണ്ടാതിരുന്നു. നീ അവിടെ പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ വന്നതല്ല. പിന്നെ ഞാൻ കുറച്ചു നേരം മിണ്ടിയില്ല. ഷാജി എന്നെ ഇവിടെ കൊണ്ടുവന്നു. റഫീഖെ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. എന്ത്? സലീമിൻ്റെ ശബ്ദം വളരെ പതുക്കെയായി. ഷാജിയുടെ അപകടം നടന്ന ദിവസം അവൻ ഒറ്റക്കായിരുന്നില്ല. ഞാൻ നേരെ നിന്നു. അവൻ്റെ ലോറിയിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. ആര്? അതാരാണെന്ന് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പാഞ്ഞു. പക്ഷേ ഷാജി മാത്രമാണ് മരിച്ചത്. അപ്പം മറ്റേയാൾ? അതാരും കണ്ടിട്ടില്ല. ഞാൻ റോഡിൻ്റെ വശത്തേക്ക് നോക്കി. അവൻ്റെ ലോറിയിൽ വേറൊരാൾ ഉണ്ടായിരുന്നെന്ന് നിനക്കെങ്ങനെ അറിയാം?
അപകടത്തിന് ശേഷം ലോറിയുടെ ക്യാബിനിൽ 2 ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. സലീം തുടർന്നു. അതിലൊരു ഗ്ലാസ് ഷാജിയുടേതായിരുന്നു. മറ്റേത് ആരുടേതാണെന്ന് ആരും അറിഞ്ഞില്ല. എൻ്റെ കൈകൾ തണുത്തുപോയി. കാരണം കുറച്ച് മണിക്കൂർ മുമ്പ് ഞാനും ഷാജിയേട്ടനും ചായക്കടയിൽ പോയിരുന്നു. ഞാൻ 2 ചായ വാങ്ങിയിരുന്നു. ഒന്ന് ഞാൻ കുടിച്ചു, മറ്റൊന്ന് അയാൾ കുടിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഷാജിയേട്ടൻ വണ്ടിയിൽ കയറിയപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ബാഗ്. അതിപ്പോൾ എവിടെയാണ്? ഞാൻ ക്യാബിനിലേക്ക് തിരിഞ്ഞു നോക്കി. സീറ്റ് കാലിയായിരുന്നു. പക്ഷേ സീറ്റിൻ്റെ താഴെ ഒരു പഴയ തുണി ബാഗ് കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ പതുക്കെ ലോറിയിൽ കയറി ബാഗ് എടുത്തു. വളരെ പഴയതായിരുന്നു. മണ്ണും മഴയും പിടിച്ചതുപോലെ തോന്നി. സിബ്ബ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ കൈ വിറച്ചു. അകത്ത് കുറച്ച് വസ്ത്രങ്ങൾ, ഒരു പഴയ വാലറ്റും ചില പേപ്പറുകളും, പിന്നെ ഒരു ചെറിയ ഫോട്ടോ. ഞാൻ ആ ഫോട്ടോ എടുത്തു. അതിൽ ഞാനും ഷാജിയേട്ടനും ഉണ്ടായിരുന്നു. ഏകദേശം 10 വർഷം മുമ്പെടുത്ത ഫോട്ടോ. പക്ഷെ ഫോട്ടോയുടെ പിന്നിൽ എന്തോ എഴുതിയിരുന്നു. ഞാൻ ടോർച്ച് വെളിച്ചത്തിൽ അത് വായിച്ചു. അവസാനമായി ഒരുമിച്ച് പോകുന്ന ട്രിപ്പ്. ആ വാക്കുകൾ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു ഭാരം കയറി. ഷാജിയേട്ടാ, ഞാൻ അറിയാതെ വിളിച്ചു. അപ്പോഴാണ് ലോറിയുടെ വാതിൽ സ്വയം അടഞ്ഞത്. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. വാതിലടഞ്ഞതേ ഉള്ളൂ. കാറ്റായിരിക്കുമെന്ന് കരുതി. പക്ഷെ അടുത്ത നിമിഷം എൻ്റെ അരികിലെ സീറ്റിൽ ആരോ പതുക്കെ ഇരിക്കുന്ന ശബ്ദം കേട്ടു. സീറ്റിൻ്റെ സ്പ്രിങ് താഴേക്ക് അമരുന്ന ശബ്ദം. ഞാൻ അനങ്ങാതെ ഇരുന്നു. എൻ്റെ കണ്ണുകൾ മുന്നിലേക്ക് മാത്രം. പിന്നെ വളരെ പതുക്കെ എൻ്റെ അരികിൽ നിന്നൊരു ശബ്ദം. ബാഗ് തുറന്നോ? ഞാൻ കണ്ണുകൾ അടച്ചു. ഷാജിയേട്ടാ, അതിൽ ഞാൻ പറയാനുള്ള കാര്യമുണ്ട്. ഞാൻ ധൈര്യം സംഭരിച്ച് അരികിലേക്ക് നോക്കി. ഷാജിയേട്ടൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവൻ്റെ മുഖത്ത് പുഞ്ചിരിയില്ല. വളരെ ക്ഷീണിച്ച മുഖം, കണ്ണുകളിൽ ഒരു വിചിത്രമായ വിഷമം. ഞാൻ പതുക്കെ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അയാൾ മുന്നിലേക്ക് നോക്കി. അന്ന് രാത്രി ഞാൻ ഒറ്റക്കല്ലായിരുന്നു. ആരായിരുന്നു കൂടെ? നീ. എൻ്റെ ശരീരം മുഴുവൻ വിറച്ചു. ഞാനോ? അതെ, പക്ഷെ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഉണ്ടായിരുന്നില്ല, പക്ഷേ നീ വരേണ്ടതായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ പറയുന്നത്? അന്ന് രാത്രി ഞാൻ നിന്നെ വിളിച്ചിരുന്നു. ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചു. എനിക്ക് ഫോൺ വന്നതായി ഓർമ്മയില്ല. വിളിച്ചിരുന്നു. എപ്പോൾ? അപകടത്തിന് കുറച്ച് മണിക്കൂർ മുൻപ്. എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു പഴയ ഓർമ്മ തെളിഞ്ഞു. 3 വർഷം മുമ്പ് ഒരു രാത്രി എൻ്റെ ഫോൺ കേടായിരുന്നു. അടുത്ത ദിവസം പുതിയ ഫോൺ വാങ്ങിയിരുന്നു. അതിനു മുൻപത്തെ രാത്രിയിൽ പല മിസ്ഡ് കോളുകളും വന്നിരുന്നു. പക്ഷേ നമ്പർ സേവ് ചെയ്തിരുന്നില്ല. ഞാൻ ഒരിക്കലും തിരിച്ചു വിളിച്ചിരുന്നില്ല. ഷാജിയേട്ടൻ പറഞ്ഞു, ഞാൻ നിന്നെ കൂടെ വരാൻ വിളിച്ചതായിരുന്നു. ഞാൻ ഒന്നും പറയാതെ അവനെ നോക്കി. നീ വന്നില്ല. അയാളുടെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലൊന്നുമില്ലായിരുന്നു. പക്ഷേ ആ വാക്കുകൾ എനിക്കുള്ളിലെന്തോ കുത്തിയതുപോലെ തോന്നി. അന്ന് ഞാൻ ഒറ്റക്കാണ് പോയത്. അയാൾ തുടർന്നു. പിന്നെ ആ അപകടം. ഞാൻ പതുക്കെ ചോദിച്ചു, മറ്റേയാൾ ആരായിരുന്നു? ഷാജിയേട്ടൻ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അതറിയാനാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതാരായിരുന്നു? അയാൾ മറുപടി പറയുന്നതിന് മുമ്പ് ലോറിയുടെ പിന്നിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു. ഇത്തവണ ശബ്ദം വളരെ വ്യക്തമായിരുന്നു. ഞാനും ഷാജിയേട്ടനും ഒരുമിച്ച് പിന്നിലേക്ക് നോക്കി. ഷാജിയേട്ടൻ്റെ മുഖത്ത് ആദ്യമായി ഞാൻ ഭയം കണ്ടു. അയാൾ പതുക്കെ പറഞ്ഞു, അവൻ വന്നിട്ടുണ്ട്. ആര്? അയാൾ എന്നെ നോക്കി. അന്ന് എൻ്റെ കൂടെ വന്നവൻ. പിന്നിലെ ലോറിയുടെ ബോർഡിൽ വീണ്ടും ഒരു ശക്തമായ അടിയുണ്ടായി. ഷാജിയേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, റഫീഖെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. എന്തിന്? ഇവിടെ നിന്ന് പോകണം. പക്ഷെ ആരാണത്? ഇപ്പോൾ ചോദിക്കരുത്. അയാളുടെ ശബ്ദം ആദ്യമായി ഉച്ചത്തിലായി. ഞാൻ ഉടനെ കീ തിരിച്ച് എഞ്ചിൻ സ്റ്റാർട്ടാക്കി. പക്ഷേ പിന്നിൽ നിന്ന് വീണ്ടും ആ ശബ്ദം. ആരോ ലോറിയുടെ ബോർഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് പോലെ. ഞാൻ വണ്ടി മുന്നോട്ടേക്ക് എടുത്തു.
അപ്പോഴാണ് ഷാജേട്ടൻ എൻ്റെ ചെവിക്കരികിൽ വളരെ പതുക്കെ പറഞ്ഞത്, റഫീഖേ, ഇത്തവണ എന്നെ ഒറ്റയ്ക്ക് വിടരുത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഷാജിയേട്ടൻ്റെ അവസാന യാത്രയല്ല, ഇനി തുടങ്ങാൻ പോകുന്നത് മറ്റൊരു യാത്രയാണ്. ഞാൻ ലോറി മുന്നോട്ടേക്കെടുത്തു. പിന്നിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ആ അടിയുടെ ശബ്ദം പതുക്കെ പതുക്കെ കുറഞ്ഞു. പിന്നെ ഒന്നുമില്ല. എനിക്ക് അപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. എൻ്റെ അരികിൽ ഷാജിയേട്ടൻ ഇരിക്കുന്നുണ്ട്. മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞ ആളാണ്. പിന്നിലാരോ ഉണ്ടെന്ന് അവൻ പറയുന്നു. അതാരാണെന്ന് അവനും അറിയില്ല. ഇതെല്ലാം ചിന്തിച്ചപ്പോൾ എൻ്റെ തല തന്നെ കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ വണ്ടി നിർത്താതെ ഓടിച്ചു. കുറച്ച് ദൂരം പോയപ്പോൾ ഷാജിയേട്ടൻ ചോദിച്ചു, നീ പേടിച്ചോ? ഞാനൊന്നും പറഞ്ഞില്ല. റഫീഖേ, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. എനിക്കറിയില്ല. അയാൾ പതുക്കെ ചിരിച്ചു. അത് മതി. എന്ത്? എല്ലാം വിശ്വസിക്കേണ്ട? ഞാൻ അയാളെ നോക്കി. അപ്പോൾ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? അയാൾ പുറത്തേക്ക് നോക്കി പറഞ്ഞു, നീ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം. ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഷാജിയേട്ടൻ പറഞ്ഞു, ഇനി മുന്നിലൊരു പഴയ പമ്പുണ്ട്, അവിടെ നിർത്തണം. എന്തിന്? എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ? അതവിടെ എത്തിയാൽ പറയാം. ഞാൻ വണ്ടി ഓടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു പഴയ പെട്രോൾ പമ്പ് കണ്ടു. പകുതി ലൈറ്റുകൾ മാത്രം കത്തുന്നുണ്ടായിരുന്നുള്ളൂ. പമ്പിൽ ഒരു വയസ്സായ ജീവനക്കാരൻ മാത്രം ഇരിക്കുന്നുണ്ട്. ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി. ഷാജിയേട്ടൻ പറഞ്ഞു, നീ ഇറങ്ങണ്ട. എന്താ? ഞാൻ ഇറങ്ങാം. അയാൾ വാതിൽ തുറന്ന്. ഞാൻ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ചു. ഷാജിയേട്ടാ. അയാൾ തിരിഞ്ഞു നോക്കി. നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമോ? അയാൾ കുറച്ചു നേരം എന്നെ നോക്കി. ഞാൻ പോയാൽ നീ എന്നെ കാണില്ല. അത്രയും പറഞ്ഞ് അയാൾ താഴെ ഇറങ്ങി. ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. പമ്പിൻ്റെ ലൈറ്റിന് താഴെ അയാൾ നടന്നു പോകുന്നത് വ്യക്തമായി കാണാമായിരുന്നു. പമ്പിലെ ജീവനക്കാരൻ്റെ അടുത്തെത്തി എന്തോ ചോദിച്ചു. ആ വയസ്സൻ പെട്ടെന്ന് എഴുന്നേറ്റു. അയാൾ ഷാജിയേട്ടനെ നോക്കി നിന്നു. പിന്നെ ചുറ്റും നോക്കി. എന്തോ പറയുന്നത് പോലെ തോന്നി. അടുത്ത നിമിഷം ഷാജിയേട്ടൻ തിരിഞ്ഞ് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് തന്നെ നടന്നു വന്നു. ഞാൻ വാതിൽ തുറന്നു. എന്താ അവനോട് പറഞ്ഞത്? ഷാജിയേട്ടൻ മറുപടി പറഞ്ഞില്ല. വണ്ടിയിൽ കയറി വാതിലടച്ചു. ഞാൻ പമ്പിൽ ആ വയസ്സനെ നോക്കി. അയാളിപ്പോഴും ഞങ്ങളുടെ വണ്ടിയിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഞാൻ കൈ കാണിച്ചു. അയാൾ മറുപടി തന്നില്ല. വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അയാൾക്ക് നിന്നെ അറിയാമോ? അറിയാം. എങ്ങനെ? ഞാൻ ഒരിക്കലിവിടെ വന്നിട്ടുണ്ട്. എപ്പോൾ? ഷാജിയേട്ടൻ മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, അപകടം നടന്ന ആ രാത്രിയിൽ. ഞാൻ വണ്ടി പതുക്കെ ഓടിച്ചു. അന്ന് നീ ഇവിടെ വന്നിരുന്നോ? അതെ. എന്തിന്? ഡീസൽ എടുക്കാൻ. അപ്പോൾ നീ അവനോട് എന്താണ് പറഞ്ഞത്? അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അത് നിനക്കറിയേണ്ടതില്ല. എനിക്ക് ദേഷ്യം വന്നു. എന്നെ ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ട് ഒന്നും പറയാതിരിക്കുകയാണ്. അയാൾ വളരെ ശാന്തമായി പറഞ്ഞു, എല്ലാം പറഞ്ഞാൽ നീ ഇനി ട്രിപ്പ് പൂർത്തിയാക്കില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഷാജിയേട്ടൻ പെട്ടെന്ന് പറഞ്ഞു, ഇനി വലത്തോട്ട് തിരിയണം. ഇവിടെയോ? അതെ. ഈ വഴി പാലക്കാട്ടേക്കല്ലേ? എനിക്കറിയാം. ഞാൻ വണ്ടി നിർത്തി. പിന്നെ എങ്ങോട്ടാ? ഞാൻ പോകേണ്ട സ്ഥലത്തേക്ക്. എനിക്കവിടെ പോകേണ്ടതില്ല. അയാൾ എന്നെ നോക്കി. റഫീഖേ, നീ ഇത്രയും ദൂരം വന്നത് വെറുതെയല്ല. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ വണ്ടി വലത്തോട്ടേക്ക് തിരിച്ചു. റോഡ് പതുക്കെ ഇടുങ്ങി. ഇരുവശവും റബ്ബർ മരങ്ങൾ. മഴ പെയ്തതിനാൽ മണ്ണിൻ്റെ മണം ക്യാബിനിൽ നിറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷാജിയേട്ടൻ പറഞ്ഞു, ഇവിടെ നിർത്ത്. ഞാൻ ബ്രേക്ക് പിടിച്ചു. അവൻ പുറത്തേക്ക് നോക്കി. ഇതാണ്. ഞാൻ നോക്കി. റോഡിൻ്റെ വശത്ത് ഒരു പഴയ തകർന്ന മതിൽ. അതിൻ്റെ അപ്പുറം കാട് പിടിച്ചൊരു ചെറിയ സ്ഥലം. ഇവിടെ എന്താ? ഷാജിയേട്ടൻ വാതിൽ തുറന്നു. വാ. എങ്ങോട്ട്? എന്നോടൊപ്പം വാ. എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണത്താൽ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഷാജിയേട്ടൻ മുന്നോട്ട് നടന്നു. ഞാൻ പിന്നാലെയും. 5 മിനിറ്റ് നടന്നപ്പോൾ ഒരു പഴയ കല്ല് കണ്ടു. അതിൻ്റെ ചുറ്റും കാട് വളർന്നിരുന്നു. ഷാജിയേട്ടൻ അവിടെ നിന്നു. ഇവിടെയാണത്. എന്ത്?
അയാൾ കല്ലിന് പിന്നിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ മണ്ണ് കുറച്ച് താഴ്ന്നിരുന്നു. ഞാൻ ടോർച്ചടിച്ചു. മണ്ണിനടിയിൽ പഴയ ഇരുമ്പിൻ്റെ എന്തോ ഭാഗം കാണുന്നുണ്ടായിരുന്നു. ഞാൻ താഴേക്ക് കുനിഞ്ഞു. അത് ഒരു ലോറിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗമാണ്. എൻ്റെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. ഷാജിയേട്ടൻ പതുക്കെ പറഞ്ഞു, അന്ന് ആ അപകടത്തിന് ശേഷം എൻ്റെ ലോറിയിൽ നിന്ന് ചില സാധനങ്ങൾ ഇവിടെ വീണിരുന്നു. പക്ഷേ ഈ സ്ഥലം ആരും തിരഞ്ഞില്ല. ഞാൻ അയാളെ നോക്കി. എന്താണ് ഇവിടെ ഉള്ളത്? അയാൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, അവൻ്റെ ബാഗ്. ആരുടേത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ. ഞാൻ ചുറ്റും നോക്കി. അവൻ ആരായിരുന്നു? ഷാജിയേട്ടൻ എന്നെ നോക്കി. നിനക്കവനറിയാം? എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എനിക്കറിയാമെന്നോ? അതെ. അതാരാണ്? ഷാജിയേട്ടൻ മറുപടി പറയുന്നതിന് മുമ്പ് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൊമ്പടിയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി. പിന്നെ മറ്റൊരു ശബ്ദം, ആരോ മണ്ണിലൂടെ നടക്കുന്നത് പോലെ. ഷാജിയേട്ടൻ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചു. അവൻ്റെ കൈ മഞ്ഞ് പോലെ തണുത്തിരുന്നു. റഫീഖേ, നീ ഇപ്പോൾ പിന്നിലേക്ക് നോക്കരുത്. ഞാൻ നിശ്ചലമായി നിന്നു. അയാൾ എൻ്റെ ചെവിക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, കാരണം അവൻ നമ്മുടെ പിന്നിൽ നിൽക്കുകയാണ്. ഷാജിയേട്ടൻ അങ്ങനെ പറഞ്ഞതോടെ എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചു പോയി. അവൻ നമ്മുടെ പിന്നിൽ നിൽക്കുകയാണ്. എനിക്ക് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഷാജിയേട്ടൻ്റെ കൈ ഇപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. തിരിഞ്ഞു നോക്കരുത്, അയാൾ വീണ്ടും പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് വളരെ പതുക്കെ ഒരു ശ്വാസം കേട്ടത്. ആരോ അടുത്ത് നിന്ന് ശ്വാസം എടുക്കുന്നത് പോലെ. ഞാൻ കണ്ണുകൾ അടച്ചു. അത് മനുഷ്യൻ്റെ ശ്വാസമാണോ എന്ന് പോലും മനസ്സിലാകാത്തൊരു ശബ്ദം. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ തോളിന് പിന്നിൽ എന്തോ ഒന്ന് തട്ടിയതുപോലെ തോന്നി. ഞാൻ ഞെട്ടി. ഷാജിയേട്ടാ, മിണ്ടരുത്. അയാൾ എൻ്റെ കൈ വലിച്ചു. എൻ്റെ പിന്നാലെ വാ. ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നടന്നു. പിന്നിൽ നിന്ന് ആ ശ്വാസത്തിൻ്റെ ശബ്ദം കുറച്ചു നേരം ഞങ്ങളെ പിന്തുടർന്നു. പിന്നെ പെട്ടെന്ന് ഒന്നുമില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് പിന്നിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷെ മണ്ണിൽ ഞങ്ങളുടെ കാൽപ്പാടുകൾക്ക് പുറമെ മറ്റൊരു കാൽപ്പാടുകളുടെ നിര ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന വഴിയിൽ നിന്നല്ല, ഞങ്ങളുടെ പിന്നിൽ നിന്നാണ് ആ കാൽപ്പാടുകൾ തുടങ്ങിയത്. ഞാൻ ടോർച്ച് താഴേക്കടിച്ചു. കാൽപ്പാടുകൾ പതുക്കെ ഞങ്ങളുടെ പിന്നാലെ വന്ന് അവിടെ അവസാനിച്ചിരുന്നു. ഇതാരുടേതാ? ഞാൻ ചോദിച്ചു. ഷാജിയേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഷാജിയേട്ടാ, അയാൾ പതുക്കെ പറഞ്ഞു. അതാരാണെന്ന് പറ. എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ലേ? അപകടം നടന്നപ്പോൾ ഞാൻ അവനെ കണ്ടിരുന്നു. എവിടെ? എൻ്റെ ലോറിയിൽ. ഞാനൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. പക്ഷേ അവൻ ആരാണെന്ന് നിനക്കറിയില്ല. അവൻ എൻ്റെ അരികിലിരുന്നിരുന്നു. പിന്നെ അപകടം നടന്നപ്പോൾ ഷാജിയേട്ടൻ നിർത്തി. പിന്നെ എന്ത്? ഞാൻ കണ്ണു തുറന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പതുക്കെ ചോദിച്ചു, അപ്പോൾ അവൻ രക്ഷപ്പെട്ടതായിരിക്കുമല്ലേ? ഷാജിയേട്ടൻ തലകുലുക്കി. അല്ല. കാരണം? അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു കാൽപ്പാടും ഉണ്ടായിരുന്നില്ല. എൻ്റെ തൊണ്ട വരണ്ടുപോയി. ഞാൻ ചുറ്റും നോക്കി. കാട്, ഇരുട്ട്, മഴയിൽ നനഞ്ഞ മണ്ണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇപ്പോൾ 2 പേരാണോ? എനിക്കുറപ്പില്ലായിരുന്നു. ഷാജിയേട്ടൻ മുന്നോട്ട് നടന്നു. ഒരു വലിയ കല്ലിൻ്റെ അടുത്തെത്തി നിന്നു. ഇവിടെ നോക്ക്. അയാൾ മണ്ണിലേക്ക് ചൂണ്ടിക്കാട്ടി. ഞാൻ ടോർച്ചടിച്ചു. മണ്ണ് കുറച്ച് കുഴിച്ചാൽ എന്തോ കിട്ടുമെന്ന പോലെ തോന്നി. ഞാൻ കൈകൊണ്ട് മണ്ണ് മാറ്റി തുടങ്ങി. ആദ്യം ഒരു പഴയ തുണി കിട്ടി. പിന്നെ ഒരു ഇരുമ്പ് ബക്കിൾ. അതിനുശേഷം ഒരു പഴയ വാലറ്റും. ഞാനതെടുത്തു. ഷാജിയേട്ടൻ എന്നെ തടഞ്ഞില്ല. വാലറ്റ് തുറന്നു. അകത്ത് ഒരു പഴയ ഫോട്ടോയിൽ ഒരു യുവാവ്. എനിക്ക് ആ മുഖം പരിചിതമായി തോന്നി. പക്ഷേ എവിടെ കണ്ടതാണെന്ന് ഓർമ്മ വന്നില്ല. ഇയാൾ അറിയാമോ? ഞാൻ ചോദിച്ചു. ഷാജിയേട്ടൻ ഫോട്ടോയിലേക്ക് നോക്കി. ഇതാണവൻ. ആര്? അറിയില്ല. പേരോ? അത് അറിയാനാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത്. ഞാൻ വാലറ്റിനുള്ളിലെ ഒരു ചെറിയ പേപ്പർ എടുത്തു. അതിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. നമ്പറിൻ്റെ അവസാന 4 അക്കങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നു. ഈ നമ്പർ
ഞാൻ നിശബ്ദമായി. എന്താ? ഷാജേട്ടൻ ചോദിച്ചു. ഞാൻ പേപ്പർ വീണ്ടും നോക്കി. ഈ നമ്പർ എനിക്ക് പരിചയമുണ്ട്. എവിടെ നിന്നാണ്? അതെനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഞാൻ ഞെട്ടി ഫോൺ എടുത്തു. സ്ക്രീനിലൊരു നമ്പർ. സേവ് ചെയ്തിട്ടില്ല. പക്ഷേ ആ നമ്പറിൻ്റെ അവസാന 4 അക്കങ്ങൾ വാലറ്റിലെ നമ്പറിനോട് അതേ അവസ്ഥ. എൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഫോണ് റിങ് ചെയ്തുകൊണ്ടിരുന്നു. ഷാജേട്ടൻ എന്നെ നോക്കി. എടുക്കരുത്, അത് അവനാണ്. ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഞാൻ എടുക്കാതെ നിന്നു. പക്ഷേ 3-ാമത്തെ റിങ്ങിന് ശേഷം കോൾ സ്വയം കട്ടായി. അടുത്ത നിമിഷം ഒരു മെസ്സേജ് വന്നു. ഞാൻ സ്ക്രീൻ തുറന്നു. ഒറ്റ വരി മാത്രം: എന്നെ എന്തിനാണ് ഇവിടെ ഉപേക്ഷിച്ചത്? ആ മെസ്സേജ് കണ്ടതോടെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ഷാജേട്ടൻ പതുക്കെ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ? എന്ത്? അവൻ എന്നെ മാത്രം അന്വേഷിക്കുന്നതല്ല. ഞാൻ അയാളെ നോക്കി. പിന്നെ അവൻ നിന്നെയും അന്വേഷിക്കുന്നുണ്ട്. എന്നെ എന്തിന്? ഷാജേട്ടൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ വളരെ പതുക്കെ പറഞ്ഞു, കാരണം ആ രാത്രിയിൽ. അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അവനെ അവസാനമായി വിളിച്ചത് നീയായിരുന്നു. എൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. ഞാനോ? എനിക്കോർമ്മയില്ല. നിനക്കോർമ്മയില്ലേ? അയാൾ പറഞ്ഞു. പക്ഷെ അവന് ഓർമ്മയുണ്ട്. അപ്പോഴാണ് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടത്. ഒരു ഇരുമ്പ് വസ്തു നിലത്ത് വലിച്ചേക്കുന്നത് പോലെ. ഞങ്ങൾ രണ്ടുപേരും ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി. ഇരുട്ടിനുള്ളിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. ലോറിയുടെ ഹെഡ്ലൈറ്റ് പോലെ. ഞാൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ വേറെ വണ്ടിയുണ്ടോ? ഷാജേട്ടൻ തലകുലുക്കി. ഇല്ല. വെളിച്ചം പതുക്കെ ഞങ്ങളുടെ നേരെ വരാൻ തുടങ്ങി. അതിനൊപ്പം ഒരു ലോറിയുടെ എഞ്ചിൻ ശബ്ദവും കേൾക്കാൻ തുടങ്ങി. ഷാജേട്ടൻ എൻ്റെ കൈ പിടിച്ചു. റഫീഖേ, ഓടിക്കോ. എങ്ങോട്ട്? നമ്മുടെ ലോറിയുടെ അടുത്തേക്ക്. ഞങ്ങൾ തിരിഞ്ഞോടി. പിന്നിൽ നിന്ന് എഞ്ചിൻ്റെ ശബ്ദം കൂടിക്കൊണ്ടിരുന്നു. ഞാൻ ഒരിക്കൽ മാത്രം പിന്നിലേക്ക് നോക്കി. മരങ്ങൾക്കിടയിൽ ഒരു പഴയ ലോറി ഞങ്ങളുടെ നേരെ വരികയായിരുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു. മുഖം വ്യക്തമായി കാണുന്നില്ല. പക്ഷേ അവൻ കൈ ഉയർത്തി ഞങ്ങളെ വിളിക്കുന്നത് പോലെ. ഷാജേട്ടൻ എന്നെ വലിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. തിരിഞ്ഞു നോക്കരുത്. ഞങ്ങൾ ലോറിയുടെ അടുത്തെത്തി. ഞാൻ വാതിൽ തുറന്ന് കയറി. ഷാജേട്ടൻ എൻ്റെ പിന്നാലെ കയറി. ഞാൻ കീ തിരിച്ച് എൻജിൻ സ്റ്റാർട്ടായി. പക്ഷേ മുന്നിലെ റോഡിൽ ആ പഴയ ലോറി ഇപ്പോൾ നിൽക്കുകയായിരുന്നു. അതിനുള്ളിൽ ആരുമില്ല. ഹെഡ്ലൈറ്റുകൾ മാത്രം കത്തുന്നു. ഷാജേട്ടൻ എൻ്റെ അരികിലിരുന്നു കൊണ്ട് പതുക്കെ പറഞ്ഞു, റഫീഖേ, ഇനി നമുക്ക് ഈ ട്രിപ്പ് പൂർത്തിയാക്കണം. എവിടേക്ക്? അയാൾ മുന്നിലേക്ക് നോക്കി. അവൻ മരിച്ച സ്ഥലത്തേക്കല്ല. അയാൾ എൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു. അവൻ അവസാനമായി കാത്തിരുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ യാത്രയുടെ ലക്ഷ്യം അപകടസ്ഥലമായിരുന്നില്ല. ഷാജേട്ടൻ എന്നെ മറ്റൊരിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ 3 വർഷമായി കാത്തു നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഞാനൊന്നും ചോദിച്ചില്ല. വണ്ടി മുന്നോട്ടേക്കെടുത്തു. ഷാജേട്ടൻ എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു നേരമായി അയാളൊന്നും സംസാരിക്കുന്നില്ല. റോഡ് വീണ്ടും പ്രധാന റോഡിലേക്കെത്തി. ഞാൻ വേഗം കൂട്ടി. എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം: അവൻ അവസാനമായി കാത്തിരുന്ന സ്ഥലം ഏതാണ്? കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഷാജേട്ടൻ പറഞ്ഞു, ഇടത്തോട്ട് തിരിക്ക്. ഞാൻ വണ്ടി തിരിച്ചു. ഇത് എനിക്ക് പരിചയമുള്ള വഴിയല്ലായിരുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ ഗോഡൗൺ കണ്ടു. വർഷങ്ങളായി ഉപയോഗിക്കാത്തതുപോലെ തോന്നി. ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്താൻ ഷാജേട്ടൻ പറഞ്ഞു. ഞാൻ ബ്രേക്ക് പിടിച്ചു. അയാൾ വാതിൽ തുറന്നിറങ്ങി. ഞാനും ഇറങ്ങി. ഗോഡൗണിൻ്റെ ചുറ്റും കാട് വളർന്നിരുന്നു. ഷാജേട്ടൻ നേരെ പിന്നിലെ ഭാഗത്തേക്ക് നടന്നു. ഞാൻ പിന്നാലെ പോയി. അവിടെ ഒരു പഴയ കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത് കണ്ടതും ഷാജേട്ടൻ നിന്നു. ഇവിടെയാണ്. എന്ത്? അയാൾ എന്നെ നോക്കി. അന്ന് അപകടത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? ആ മനുഷ്യനെ കാണാൻ. ആരാണ് ആ മനുഷ്യൻ? ഷാജേട്ടൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, അവൻ ലോറിയുടെ ഉടമയല്ലായിരുന്നു. പിന്നെ അവനൊരു ക്ലീനറായിരുന്നു.
നിന്റെ കൂടെ ജോലി ചെയ്തിരുന്നോ? അല്ല, പിന്നെ എങ്ങനെ നിന്റെ ലോറിയിൽ കയറി? ഷാജേട്ടൻ താഴേക്ക് നോക്കി. ഞാനാണ് കയറ്റിയത്. എന്തിന്? അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ എന്നോടൊരു സഹായം ചോദിച്ചു. എന്ത് സഹായം? അവന് വീട്ടിൽ പോകണം. ഞാൻ അവനെ കയറ്റി. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ വയൽ വെച്ച് അവൻ മരിച്ചുപോയി. എൻ്റെ ശരീരം തണുത്തുപോയി. എങ്ങനെ? അപകടത്തിന് മുമ്പ് എന്താ സംഭവിച്ചത്? ഷാജേട്ടൻ തല താഴ്ത്തി. അവൻ എൻ്റെ ലോറിയിൽ വെച്ച് മരിച്ചിരുന്നു. ഞാൻ ഞെട്ടി. എന്ത്? അവൻ മരിച്ചപ്പോൾ ഞാൻ ഭയന്നു. പിന്നെ നീ എന്തു ചെയ്തു? അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവനെ എവിടെ കൊണ്ടുവന്നു? എന്തിന്? ആരും അറിയാതിരിക്കാൻ. കുറച്ച് നിമിഷം ഞാൻ മിണ്ടാതെ നിന്നു. പിന്നെ അവൻ്റെ ബാഗും ചില സാധനങ്ങളും ഇവിടെ ഒളിപ്പിച്ചു. അപ്പോൾ അപകടം? അതിന് ശേഷമാണ്. ഞാൻ പതുക്കെ ചോദിച്ചു. അപ്പോൾ അപകടം നടന്നപ്പോൾ അവൻ ജീവനോടെ ഉണ്ടായിരുന്നില്ല? ഷാജേട്ടൻ തലകുലുക്കി. ഇല്ല. അപ്പോഴാണ് എനിക്ക് ആ രാത്രിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകാൻ തുടങ്ങിയത്. അപകടത്തിന് ശേഷം മറ്റൊരാളുടെ കാൽപ്പാടുകൾ ഇല്ലാതിരുന്നത്, ക്യാബിനിൽ 2 ചായ ഉണ്ടായിരുന്നത്, ആ മനുഷ്യൻ്റെ ബാഗ്, എല്ലാം. ഞാൻ ഷാജേട്ടനെ നോക്കി. പക്ഷേ നീ മരിച്ചതിന് ശേഷം എന്നെ എന്തിനാണ് കൊണ്ടുവന്നത്? അയാൾ വളരെ പതുക്കെ പറഞ്ഞു. കാരണം ആ മനുഷ്യൻ്റെ മരണം എൻ്റെ മാത്രം തെറ്റല്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അവനെ അന്ന് റോഡിൽ നിന്ന് കയറ്റിയത് ഞാൻ മാത്രമല്ല. അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. നീയും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ തല കറങ്ങി. ഞാനോ? അതെ, എനിക്ക് ഓർമ്മയില്ല. നീ അവനെ കണ്ടിരുന്നു. എപ്പോൾ? 3 വർഷം മുമ്പുള്ള ആ രാത്രിയിലെ ചില മങ്ങിയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഒരു ഫോൺ കോൾ. റോഡിൻ്റെ വശത്ത് നിൽക്കുന്ന ഒരാൾ. ഷാജേട്ടൻ്റെ ശബ്ദം. റഫീഖെ, ഒന്ന് വരാമോ? ഞാൻ അന്ന് പോയില്ല. അടുത്ത ദിവസം രാവിലെ ഷാജേട്ടൻ്റെ അപകട വാർത്ത കേട്ടിരുന്നു. അതിനപ്പുറം ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു. അവൻ എന്നെ എന്തിനു വിളിച്ചു? അവന് സഹായം വേണമായിരുന്നു. എന്ത് സഹായം? അവൻ മരിക്കുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം പറയാൻ ശ്രമിച്ചു. എന്ത്? ഷാജേട്ടൻ മറുപടി പറഞ്ഞില്ല. പകരം ഗോഡൗണിൻ്റെ പഴയ വാതിലിലേക്ക് നോക്കി. അവിടെ അകത്തുനിന്ന് ആരോ പതുക്കെ വാതിലിൽ മുട്ടി. ഞാൻ ഷാജേട്ടനെ നോക്കി. വീണ്ടും. അവൻ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ പിന്നോട്ട് നീങ്ങി. എനിക്ക് പോകണം. പോകാം. ഷാജേട്ടൻ വാതിൽ തുറന്നു. അകത്ത് കനത്ത ഇരുട്ട്. ഞാൻ ടോർച്ച് തെളിച്ചു. തറയിൽ മുഴുവൻ പൊടി, പഴയ സാധനങ്ങളും. ഒരു മൂലയിൽ ഒരു തകർന്ന കസേര, മറ്റൊരു ഭാഗത്ത് പഴയ ലോറിയുടെ കുറച്ച് സ്പെയർ പാർട്സും. അപ്പോഴാണ് ടോർച്ചിൻ്റെ വെളിച്ചം ഒരു മതിലിൽ പതിച്ചത്. അവിടെ ഒരു പഴയ ഫോട്ടോ തൂങ്ങിയിരുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നു. ഫോട്ടോയിൽ ഷാജേട്ടനും ഞാനും. പക്ഷേ ഞങ്ങളുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ ശ്വാസം നിന്നുപോയി. അത് അപകടത്തിൽ മരിച്ച ആ മനുഷ്യനായിരുന്നു. ഞാൻ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാനാകാതെ നിന്നു. ഇവനെ ഞാൻ എവിടെയാണ് കണ്ടത്? ഷാജേട്ടൻ പറഞ്ഞു. നമ്മുടെ പഴയ ഗാരേജിൽ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഗാരേജിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ, മനു. എപ്പോഴും ഞങ്ങളോടൊപ്പം ചായ കുടിച്ചിരുന്നവൻ. ഒരു ദിവസം പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ വിറച്ചു ചോദിച്ചു. അവൻ മനു ആണോ? ഷാജേട്ടൻ തലകുലുക്കി. അതെ. പക്ഷേ അവൻ മരിച്ചതെങ്ങനെ? അവന് നമ്മുടെ സഹായം ചോദിച്ച രാത്രിയായിരുന്നു. ഞാൻ മതിലിൽ ചാരി നിന്നു. നമ്മൾ എന്താണ് ചെയ്തത്? ഷാജേട്ടൻ കണ്ണുകളടച്ചു. അവനെ വഴിയിൽ ഉപേക്ഷിച്ചു. അത് കേട്ടതും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിന്? ഞാൻ പേടിച്ചു. എന്തിന്? അവൻ മരിച്ചെന്ന് മനസ്സിലായപ്പോൾ. അപ്പോഴാണ് ഗോഡൗണിൻ്റെ അകത്തുനിന്നൊരു ശബ്ദം കേട്ടത്. റഫീഖെ. ഞാൻ വിറച്ചു. ആ ശബ്ദം ഞാൻ മുമ്പ് കേട്ടിരുന്നു. 3 വർഷം മുമ്പ് ഫോണിൽ. പക്ഷേ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. റഫീഖെ. ശബ്ദം വീണ്ടും വന്നു. ഇത്തവണ ഞങ്ങളുടെ പിന്നിൽ നിന്ന്. ഞാൻ തിരിഞ്ഞു. ഇരുട്ടിൽ ഒരാൾ നിൽക്കുന്നു. മനു. മുഖം മുഴുവൻ ഇരുട്ടിൽ. പക്ഷേ കണ്ണുകൾ മാത്രം വ്യക്തം. അവൻ ഞങ്ങളെ നോക്കി നിന്നു. ഷാജേട്ടൻ പതുക്കെ മുന്നോട്ട് നടന്നു.
മനു മനു ഒന്നും പറഞ്ഞില്ല. അവൻ ആദ്യം ഷാജിയേട്ടനെ നോക്കി, പിന്നെ എന്നെ നോക്കി. എന്നെ എന്തിനാണ് വിട്ടുപോയത്? എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഷാജിയേട്ടൻ തല താഴ്ത്തി. എൻ്റെ തെറ്റായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, നിന്റെ മാത്രം തെറ്റല്ല. അവൻ എന്നെ നോക്കി. റഫീഖും വന്നില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു. അവൻ ഒന്നും പറഞ്ഞില്ല. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തിലെ കോപം പതുക്കെ മാറി. അവൻ ഷാജിയേട്ടനെ നോക്കി. ഇനി പോകാം. ഷാജിയേട്ടൻ എന്നെ നോക്കി. എൻ്റെ ജോലി തീർന്നു. ഷാജിയേട്ടാ, ഞാൻ അവൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചു. എൻ്റെ കൈ അവൻ്റെ കയ്യിലൂടെ കടന്നുപോയി. അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്രയും നേരം അവനോടൊപ്പം ഇരുന്നെങ്കിലും അവൻ ശരിക്കും എൻ്റെ അരികിലുണ്ടായിരുന്നില്ല. ഷാജിയേട്ടൻ എന്നെ നോക്കി ചിരിച്ചു. റഫീഖേ, ഇനി രാത്രി ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കരുത്. എൻ്റെ കണ്ണുനീർ ഒഴുകി. എന്നെ വിട്ടിട്ട് പോകരുത്. അയാൾ പതുക്കെ പറഞ്ഞു. എല്ലാ യാത്രക്കും ഒരവസാനമുണ്ട്. മനുവും ഷാജിയേട്ടനും പതുക്കെ പിന്നിലേക്ക് നടന്നു. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും രൂപം ഇരുട്ടിൽ ലയിച്ചു. പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പുറത്ത് മഴ ശക്തമായി. ഞാൻ ഓടി ലോറിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ സമയം ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. പുലർച്ചെ വീട്ടിലെത്തിയപ്പോൾ ഭാര്യ വാതിൽ തുറന്നു. എന്നെ കണ്ടതും ചോദിച്ചു, എന്താ മുഖമൊക്കെ ഇങ്ങനെ? ഞാനൊന്നും പറഞ്ഞില്ല. കുളിച്ച് കിടക്കാൻ പോയി. ഉറക്കം വന്നില്ല. രാവിലെ സലീം വീട്ടിലേക്ക് വന്നു. അവനോട് നടന്നതെല്ലാം ഞാൻ പറഞ്ഞു. അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, നീ മനുവിൻ്റെ പേര് പറഞ്ഞോ? അതെ. സലീം എന്നെ നോക്കി. റഫീഖെ, മനു മരിച്ചിട്ട് 3 വർഷമല്ല. ഞാൻ ഞെട്ടി. പിന്നെ അവൻ മരിച്ചത്? സലീം കുറച്ചു നേരം മിണ്ടാതെ നിന്നു. നിങ്ങളുടെ അപകടം നടന്ന രാത്രിയിലാണ്. ഞാൻ അവനെ നോക്കി. അപ്പോൾ ഷാജി 1 മാസം മുമ്പാണ് മരിച്ചത്. ഞാനൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അപ്പോൾ ഇന്നലെ രാത്രി? സലീം എൻ്റെ തോളിൽ കൈവച്ചു. നീ ഇന്നലെ രാത്രി ആരോടൊപ്പമാണ് യാത്ര ചെയ്തത്? അവൻ പൂർത്തിയാക്കിയില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ ലോറിയുടെ ക്യാബിൻ വൃത്തിയാക്കാൻ പോയി. അരികിലെ സീറ്റിൻ്റെ താഴെ ഒരു ചെറിയ വെള്ളിമോതിരം കിടക്കുന്നുണ്ടായിരുന്നു. ഞാനതെടുത്തു. അതേ മോതിരം, ഷാജിയേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൻ്റെ അടിയിൽ ചെറിയൊരു എഴുത്തുണ്ടായിരുന്നു, അവസാന ട്രിപ്പ്. ആ ദിവസം മുതൽ ഞാൻ രാത്രി ലോറി ഓടിക്കുന്നത് നിർത്തി. ഇപ്പോഴും ചിലപ്പോൾ പഴയ കൂട്ടുകാരെ ഓർക്കുമ്പോൾ മനസ്സിലൊരു കാര്യം വരും. നമ്മൾ റോഡിൽ എത്ര പേരെ കണ്ടുമുട്ടുന്നു. ചിലർ കുറച്ച് ദൂരം മാത്രം കൂടെ വരും. ചിലർ ജീവിതം മുഴുവൻ കൂടെ ഉണ്ടാകും. പക്ഷെ ചിലർ അവർ പോയ ശേഷവും നമ്മുടെ യാത്ര തീരുന്നതുവരെ കാത്തിരിക്കും. ആ രാത്രി ഷാജിയേട്ടൻ എന്നെ കാണാൻ വന്നത് എന്നെ പേടിപ്പിക്കാനല്ലായിരുന്നു. അവൻ്റെ അവസാന യാത്ര പൂർത്തിയാക്കാനായിരുന്നു. പക്ഷേ ഇന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് ഷാജിയേട്ടൻ്റെ ലോറിയിൽ മനുവിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. കാരണം അവൻ്റെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ പഴയ ലോറി ബാഗിൽ അവസാനം കണ്ടെത്തിയത് 3 ചായക്കപ്പുകളായിരുന്നു. ഷാജിയേട്ടൻ്റെയും മനുവിൻ്റെയും. പിന്നെ ആ മൂന്നാമൻ ആരായിരുന്നു എന്ന് ഇന്ന് വരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.